ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എൻ്റെ വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് ആയി പറഞ്ഞു, പക്ഷെങ്കിൽ ഞാൻ അറിഞ്ഞില്ല വീഡിയോ കട്ടായിപ്പോയി. കാരണം ഞാൻ അറിഞ്ഞേ ഇല്ല. മൊത്തം വീഡിയോ മുഴുവൻ ഞാൻ പറഞ്ഞ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം വീഡിയോ കാണുന്ന ഇന്നലത്തെ എനിക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒരു പ്രാവശ്യം ആ വീഡിയോ കാണാനും അങ്ങ് മറന്നുപോയി. സമയമില്ലായിരുന്നു, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് ഞാനങ്ങ് മറന്നുപോയി. ഒരു പ്രാവശ്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്നലെ ഞാൻ മുഴുവനും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇന്നതിൻ്റെ ബാക്കി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് മേടിച്ച കാര്യമല്ല ഞാൻ ഇന്നലെ പകുതിയാക്കി വെച്ചത്. ഫ്രിഡ്ജ് മേടിച്ചത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ പിള്ളേരൊരു 4 പഠിക്കുമ്പോഴാണ് മേടിച്ചത്. അതിന് മുമ്പേ വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ. എൻ്റെ പിള്ളേർക്ക് 4 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിൽ പോവുക. നാട്ടിൽ പോയി ഞങ്ങളുടെ വരാന്തയിൽ ഞാനിങ്ങനെ കസേര ഇട്ടിരുന്നപ്പോഴുണ്ടല്ലോ, കസേര വരാന്തയുടെ സൈഡ് കെട്ടിയിട്ടില്ലായിരുന്നേ. അപ്പം കസേര 2 കാല് വരാന്തയിലും 2 കാല് പുറത്ത് വരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഇരിക്കേണ്ട ധൃതിയിൽ ഞാൻ കയറി കസേരയിലങ്ങ് ഇരുന്ന് കസേര ഞാനും കൂടെ മറിഞ്ഞ് മുറ്റത്തങ്ങ് വീണു കേട്ടോ. മുറ്റത്ത് വീണ് കഴിഞ്ഞ് എൻ്റെ കാല് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്തോന്നറിയുമ്പോൾ മുട്ടിയിരട്ട തെന്നി മാറിയോ എന്തോ ഒക്കെ സംഭവിച്ച്. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള 2-3 തിരുമുകാരെ കൊണ്ടൊക്കെ തിരുമിപ്പിച്ച് കുറച്ചൊക്കെ ആശ്വാസമൊക്കെ ആയി. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ഒന്നും ആയില്ല. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വന്നു കേട്ടോ. ഞാൻ ആ കാലും വയ്യാത്ത കാലും കൊണ്ട്, അപ്പോൾ എനിക്ക് റിസർവേഷൻ ഒന്ന് കിട്ടിയത് എറണാകുളത്തു നിന്നാണ് കിട്ടിയത്. ഞാൻ ഈ 4 വയസ്സുള്ള 2 പിള്ളേരെയും കൊണ്ട് വയ്യാത്ത കാലും 2-3 ബാഗും എല്ലാം കൂടെ ഇതായി തിരുവല്ല വന്നപ്പോഴായിരുന്നത്. തിരുവല്ലയിൽ നിന്ന് പിന്നെ നമുക്ക് ഇവിടെ വരെ പോകണമല്ലോ, എറണാകുളം വരെ പോകണമല്ലോ. ഞാൻ ആകെപ്പാടെ വിഷമിച്ച്. എൻ്റെ കൂടെ വേറെ ആരും ഇല്ലേം താനും, ഞാനും പിള്ളേരും തന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയോ ഞാൻ സൂറത്തിൽ വന്ന് പെട്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണേലും വീട്ടിലെ പണിയായാലും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കൂ, എല്ലാത്തിനും കാല് വേണ്ടേ. കാല് ഞാൻ ചുണ്ടിയാണ് നടക്കുന്നത്. ആ കാലം കൊണ്ട് ഞാനൊരു 6 മാസത്തോളം ആ കാലം കൊണ്ട് ഞാനിങ്ങനെ നടന്നു കേട്ടോ, ചുണ്ടി ഒത്തിരി ചുണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കും അങ്ങ് മടുത്ത്. ഞാനോർത്ത് എന്നാൽ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് സൂറത്തിൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഓർത്തോപീഡിക് ഉണ്ട്, പുള്ളിയെ കാണാനായിട്ട് ഞാൻ പോയി കേട്ടോ. പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ എക്സ്റേയും ഇതും എല്ലാം എടുത്തു കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് കാല് ഓപ്പറേഷൻ ചെയ്യണം, മുട്ടിൻ്റെ ചിരട്ടൊക്കെ എന്തൊക്കെയോ അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതൊക്കെയുണ്ട്, അതുകൊണ്ട് മുട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാകും? അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി. പിന്നെ ചുണ്ടി നടപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഈ ഗുരുനാനാക്കുകാരുടെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അവിടെ വലിയ തുകയൊന്നുമില്ല. ഓപ്പറേഷനൊക്കെ പാവപ്പെട്ടവർക്കൊക്കെ നല്ല ചിലതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, ചിലതൊക്കെ കുറച്ച് പൈസക്കൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഗുരുനാനാക്കിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ആരുമില്ല കേട്ടോ, വേറെ ആരുമില്ല, ഞാൻ തന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞാനങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. 50 രൂപയുള്ളൂ ഡോക്ടറിനെ കാണുന്നതിന്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ. അപ്പം നേരത്തെ എടുത്ത എക്സ്റേ ഒക്കെ കണ്ട് അപ്പോൾ ആളെല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു അപ്പോൾ ആൾ ഇത് തന്നെയാണ് പറഞ്ഞു കേട്ടോ, കാല് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എത്ര രൂപയാകും? ഇപ്പം പുള്ളി എന്നോട് പറഞ്ഞ് ഇതിൻ്റെ ഈ അകത്തിടുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഇത് ചെയ്യണം, എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം 1.25 ലക്ഷമൊക്കെ ആകും. ഞാനവിടെ ജോലി ചെയ്ത് എന്നെ നല്ല പരിചയമുള്ള ഡോക്ടറായതുകൊണ്ട് എന്നോട് ആര് പറഞ്ഞു, നീ ആയതുകൊണ്ട് ഞാനൊരു 80,000-ന് ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. എൻ്റെ ദൈവമേ, 80,000 പോയിട്ട് 80 രൂപ പോലും എൻ്റെ അടുത്തില്ല. അന്നേരമാണ് ഞാൻ ആ കാലം കൊണ്ട് പിന്നെ തിരിച്ചങ്ങ് പോയി കേട്ടോ. പിന്നെ എന്തൊക്കെയോ പെയിൻ കില്ലറൊക്കെ മേടിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ ഇങ്ങനെ ചുണ്ടി നടക്കുവാണ്. ഇപ്പോൾ ഈ 2 ഡോക്ടർമാർ ഇങ്ങനെ മുട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്കപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. അതുവരെ ഞാൻ 5-6 മാസം ചുണ്ടി നടന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഫീലിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഡോക്ടർമാർ
കാലിൽ ഇത്രയും രൂപയൊക്കെ ഓപ്പറേഷൻ ആവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഇത് ഭയങ്കര സീരിയസ് ആയി, ഇനി എൻ്റെ കാലൊരിക്കലും ശരിയാവില്ല. ആരായാലും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകത്തില്ലേ. അങ്ങനെ ഞാൻ ഈ കാലം കൊണ്ട് വീട്ടിൽ വന്ന് എനിക്കങ്ങ് വിഷമം സഹിക്കാൻ പോയി. ഞാൻ ആരോട് പറയും, ആരെനിക്ക് വേണ്ടി ചെയ്യും? ഞാൻ വേറെ എൻ്റെ അമ്മയോടോ എൻ്റെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ബന്ധുക്കാരോടോ സ്വന്തം ഒരു കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പായൊക്കെ ഇട്ട് മുട്ടയെ കുത്തി നിന്ന് തലയിൽ തുണിയൊക്കെ ഇട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ. ആ രീതിയിൽ ഞാൻ ദൈവത്തോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. കരഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് ഈ ഇത്രയും നാളുകൾക്കിടെ ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാലിൻ്റെ കാര്യത്തെപ്പറ്റി. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇങ്ങനെ ഈ കാലം കൊണ്ട് ഞാൻ എത്ര നാളായി ചുണ്ടി നടക്കാൻ തുടങ്ങി, നീ ഇതൊന്നും കാണുന്നില്ലേ? പിന്നെ എൻ്റെ കാല് വേഗം സൗഖ്യം നോക്കിത്താ, എൻ്റെ കയ്യിൽ ഇങ്ങനെ പൈസയൊന്നുമില്ല. അതായത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാനങ്ങനെ വലിയ പ്രാർത്ഥനയായിട്ടൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ കാര്യം പറയുന്ന പോലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ പിള്ളേരും റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് പിന്നെ അടുത്ത റോഡ് ക്രോസ് ചെയ്യണ ഈ നടുക്കുള്ള ആ സാധനത്തിൻ്റെ പേരെന്താ പറയുന്നത്? ഡിവൈഡർ എന്നല്ലേ പറയുന്നത്? ആ ഡിവൈഡർ ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോഡിൻ്റെ ഡിവൈഡർ കയറി ഞങ്ങൾ 3 പേര് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിള്ളേരെ ഞാൻ 2 പേരെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാല് മറ്റേ റോഡിലോട്ട് എടുത്ത് കുത്തി, ഈ വയ്യാത്ത കാല് ഇവിടെ ഡിവൈഡറെ കുത്തി, മറ്റേ കാല് ആകുന്ന കാല് റോഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് ഒരു കാറ് ഷൂന്നും പറഞ്ഞ് പാഞ്ഞു വരുന്നത്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് വെച്ച കാലെടുത്ത് പുറകോട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. വെച്ചപ്പോഴത്തേക്കിന് എൻ്റെ ഈ വയ്യാത്ത കാലയിലുണ്ടല്ലോ എന്തോ ടക്കെന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടു കേട്ടോ. ഞാനടുത്ത് ഉള്ള കാലം കൂടെ പോയെന്നാ തോന്നുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിന്ന് കേട്ടോ അവിടെ. പിന്നെ ഞാൻ കാറ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ റോഡ് ക്രോസ് ചെയ്തപ്പോഴുണ്ടല്ലോ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ കാലിൽ യാതൊരു കുഴപ്പമില്ല. നേരത്തെ ഞാൻ എങ്ങനെ നടന്നു അതേ രീതിയിൽ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച, ദൈവമേ അപ്പം നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലേ. മനുഷ്യരൊക്കെ പറഞ്ഞു, ഡോക്ടർമാരൊക്കെ 1,80,000 രൂപയൊക്കെ പറഞ്ഞ സ്ഥലത്ത് നീ എൻ്റെ കാല് പെട്ടെന്ന് സൗഖ്യമാക്കി തന്നില്ലേ, നിനക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് കുറേ അവിടെ നിന്ന് തന്നെ കുറേ നന്ദി വാക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ദൈവം, ഞാൻ ആരോടും പറഞ്ഞില്ല, ദൈവത്തോട് മാത്രം പറഞ്ഞ് ദൈവം എൻ്റെ കാല് ശരിയാക്കി തന്നു. അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇടയ്ക്കൊന്നും പിന്നെ ഞാനൊരു കാര്യങ്ങളും അങ്ങനെ ചോദിക്കാറില്ല, എനിക്ക് അതായത് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയാമോ? അത് കേട്ടാൽ നിങ്ങൾക്കും ചിരി വരും. പിന്നെ നിങ്ങളവർക്ക് ഇതൊക്കെ എന്തിനായിരുന്നു പറയുന്നതെന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്കങ്ങനൊന്നുമില്ല. ഇപ്പം ആര് കേട്ടാലും കേട്ടില്ലെന്നൊന്നും എനിക്ക് കേട്ടാലൊന്നും എനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുമോ കേട്ടോ. അപ്പോൾ 26 വയസ്സൊക്കെ ആയി കേട്ടോ. എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കുന്നതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ കല്യാണമൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇവിടെ രക്ഷാബന്ധനമൊക്കെ ഭയങ്കര തകൃതിയായിട്ട് ആഘോഷിക്കുന്ന സ്ഥലമാണല്ലോ നോർത്ത് ഇന്ത്യ. അപ്പോൾ രക്ഷാബന്ധനത്തിൻ്റെ സമയമായപ്പം എല്ലാവർക്കും അവധി കൊടുത്തു കേട്ടോ ഡോക്ടറെ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിനകത്ത് 24 മണിക്കൂറും താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. ബാക്കി പുറത്തുനിന്ന് വരുന്ന സ്റ്റാഫെല്ലാം അവധി എടുക്കുകയും അവരവരുടെ ഓരോരുത്തരവരുടെ പേഷ്യൻറ്റിനെല്ലാം അവധി കൊടുക്കുകയൊക്കെ ചെയ്തെല്ലാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റൽ ശൂന്യമായിരിക്കുക. അപ്പോൾ ആശുപത്രിയിലും ആരുമില്ല. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് രാവിലെ എന്തൊക്കെയോ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാൽക്കണിയിൽ പോയി ഇങ്ങനെ ഫ്രണ്ടിൽ റോഡാണല്ലോ, റോഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കുറേ പേര് കപ്പിൾസായിട്ട് പോകുന്നു, കുറച്ച് പേര് ഫാമിലി ആയിട്ട് പോകുന്നു, മറ്റേ ബൈക്കിലും കാറിലും. കൂടുതൽ പേര് ബൈക്കിലാണല്ലോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ശൂന്യത പോലെ തോന്നി. ഞാനോർത്ത് നോക്കിക്കുക എല്ലാവരും ഫാമിലി ആയിട്ടും പിന്നെ കപ്പിൾസായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ തനിച്ച് ഏകാഗിയായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാനോർത്ത് എനിക്കൊരു തുണ വേണം, എനിക്കൊരു ഫാമിലി വേണം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മനസ്സിൽ.
ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിൽ പോയി തലയിലൊരു തുണിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ദൈവം ഞാനുമായിട്ടുള്ള പ്രാർത്ഥനയല്ല, വെറും കാര്യം പറച്ചിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ദൈവമേ, പിന്നെ എനിക്ക് കല്യാണമൊന്നും കഴിക്കണമെന്ന് ആഗ്രഹമില്ല, നിനക്കറിയാമല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി, വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്, നീ എനിക്ക് എന്തായാലും എനിക്ക് കേരളത്തിൽ കല്യാണം കഴിക്കണ്ട, എനിക്കൊരു നോർത്ത് ഇന്ത്യക്കാരനെ തന്നാൽ മതി കേട്ടോ. അത് ഒരു ബ്രാഹ്മണനെ ആയാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം ഞാൻ ആ കാര്യം വിട്ടുപോയി കേട്ടോ. അന്നേരം ഒക്കെ തോന്നി, അന്നേരം ഞാനിരുന്ന് പ്രാർത്ഥിച്ചത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഈ കാര്യമെല്ലാം വിട്ടുപോയി. അത് കഴിഞ്ഞ് 3 മാസം പോലും ആയില്ല, അങ്ങനെ എൻ്റെ കെട്ടിയവൻ എൻ്റെ കൺമുമ്പിൽ വന്ന് ഞങ്ങളങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ 17 വയസ്സുള്ള 2 പിള്ളേരുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ച് വിപത്താണെന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ഓർക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാനും ദൈവം തമ്മിലുള്ളത്. ഞാൻ എന്ത് ചോദിച്ചാലും ദൈവം എനിക്ക് തരും കേട്ടോ. ഞാൻ ആരോടും മനുഷ്യരോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം എനിക്ക് തരും. അപ്പം ചിലർ ഓർക്കും അത് നമ്മൾ പിന്നെ അങ്ങനെ ദൈവം തരത്തിൽ മറ്റേ മറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ടല്ലോ. പക്ഷെങ്കിൽ എനിക്ക് എങ്ങനെ ദൈവം തന്നാന്ന് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ ആരോടും പറയുന്നില്ലല്ലോ, മനുഷ്യരോടാരോടും ഞാൻ പറയുന്നില്ല, ദൈവത്തോട് പറയുന്നു, ദൈവം എനിക്ക് തരുന്നു. അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് ദൈവം എനിക്ക് തരുന്നതെന്ന്. അതേപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം. ഫ്രിഡ്ജ് അപ്പോൾ എൻ്റെ പിള്ളേർ 4ൽ പഠിക്കുക. ഇപ്പം അത്ര വലിയ സാമ്പത്തികമൊക്കെ ഒന്നുമില്ല, എന്നാലും വലിയ ആരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ കെട്ടിയവനോട് പറഞ്ഞാൽ ഫ്രിഡ്ജും ഒന്നും മേടിച്ച് ചേർത്തൊന്നുമില്ല എനിക്കറിയാം. പിന്നെ വെറുതെ എന്തിനാ പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറയാനൊന്നും പോയില്ല കേട്ടോ. പറഞ്ഞാലും മേടിക്കുകയല്ല, പിന്നെ എന്തിനാ പറയുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ കൂട്ടുകാരികൾക്കുള്ള എല്ലാം വീടുകളിൽ ഫ്രിഡ്ജുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല ഇല്ലാതുള്ളൂ, ഞാൻ എങ്ങനെ മേടിക്കും, എനിക്ക് ഒരു ഫ്രിഡ്ജ് തന്നുകൂടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു കേട്ടോ. ചോദിച്ച് ഒത്തിരി ദിവസമൊന്നും ആയില്ല. നമുക്കറിയാമല്ലോ, നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞ് നമ്മുടെ അച്ഛനോട് പറയുക എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മേടിച്ചെടുത്തിട്ട് നമുക്കൊരു സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. ഇത് ചോദിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഒത്തിരി നീണ്ട സമയമൊന്നും ആയില്ല. എൻ്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജും വന്നു, അതും ഡബിൾ ഡോറുണ്ട്, ഒരു വാഷിംഗ് മെഷീനും വന്നു കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി അങ്ങ് സന്തോഷിച്ച്. ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന എത്ര പെട്ടെന്ന് കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കേൾക്കുമെന്ന് കേട്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം. പിന്നെ ഞാൻ ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നേടിയതാണ് ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് ദൈവമായിട്ടാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നത്, ഞാൻ ചെയ്യുന്നൊന്നുമല്ല. പിന്നെ അതേപോലെ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ മുമ്പേ എനിക്ക് തോന്നി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നത് ശരിയാണോ. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഇതിട്ട് നോക്കി, ചീട്ടിട്ട് നോക്കത്തില്ലേ നമ്മളങ്ങനെ, യെസ് ഓർ നോ, അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ യെസ്സാണ് വന്നത്, നോ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കൺഫേം ആക്കി, ആ ദൈവം എന്നോട് ചെയ്തോളാൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ എനിക്ക് വേറെ പിന്നെ മനുഷ്യരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീടിൻ്റെ കാര്യം. പക്ഷെ ഞാനത് ദൈവത്തോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്ന് ഞാൻ എൻ്റെ ദൈവം തമ്പുരാനോട് പറയുന്നു, അന്ന് എനിക്ക് ഒരു വീടും ആകും. പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും പറയത്തില്ല, ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുള്ളൊരു വീട്. അപ്പോഴെനിക്ക് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് വീട് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള അടുപ്പം ഇതൊക്കെയാണ്. എനിക്ക് നിങ്ങളോട് ഇതൊക്കെ ഷെയർ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ എൻ്റെ ബൈ.